Hi friends, welcome back to Su's Kitchen. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ വിഭവമാണ് കേട്ടോ. ഇതൊരു കൊങ്ങിണി സ്റ്റൈലിലുള്ള വൽവൽ എന്നാണ് ഈ റെസിപ്പിയുടെ പേര്. പക്ഷേ ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ ഏകദേശം നമ്മളെ ഓലൻ്റെ ഒരു സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസിലുള്ള വ്യത്യാസവും പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നതോടെ ഇതിന് ടേസ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ പ്രൊസീജിയറൊക്കെ ഏകദേശം ഓലൻ്റെ പോലെ തന്നെ. അപ്പം നമുക്ക് സദ്യയ്ക്കൊക്കെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു റെസിപ്പി ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ. എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഓലൻ്റെ ഒരു ടേസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല, നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ എങ്ങനെയാണ് റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു മീഡിയം ടൈപ്പ് കുമ്പളങ്ങയുടെ പകുതി കട്ട് ചെയ്ത് ഇങ്ങനെ ചെറുതായിട്ട് സ്ക്വയർ പീസസ് ആയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതുപോലെ ഇതൊരു പൊട്ടറ്റോ ഉണ്ട്, അതും സ്ക്വയർ പീസസ് ആയി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് പംകിൻ മത്തങ്ങ, അതും ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ചെറിയ പീസ് ചേമ്പുണ്ടല്ലോ, ചേമ്പാണ് എടുത്തിട്ടുള്ളത്, അതും സ്ക്വയർ പീസസ് ആയി തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പൊട്ടറ്റോയും അതുപോലെ ഈ ചേമ്പും കുമ്പളങ്ങയും കൂടി ഒരുമിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആ ചേമ്പുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആ കുമ്പളങ്ങയും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ 2/2 പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഏകദേശം 2 കപ്പോളം ഉണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് ഈ കഷ്ണത്തിൻ്റെ മുകളിൽ ഈ പാല് നിൽക്കുന്ന പോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ 2/2 പാലിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അത് ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് പകുതി വേവായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ മത്തങ്ങ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. മത്തങ്ങ ഇതിനോടൊപ്പം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവേ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് മുന്നത്തെ ആ കഷ്ണങ്ങളെല്ലാം പകുതി വേവായി കഴിയുമ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഒരു 4-5 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ആ ഇട്ട് കൊടുത്ത മത്തങ്ങ ഉണ്ടല്ലോ അതൊരു പകുതി വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അല്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കറി. എന്നാലും ഒരല്പം കൂടെ കഷ്ണങ്ങളൊന്ന് വേവാനുണ്ട്. അപ്പോൾ അത് വെന്ത് വരുന്ന വരയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അതിൽ ഒഴിച്ചു കൊടുത്ത 2/2 പാലൊക്കെ ഒരുവിധം വറ്റി ഇതിപ്പോൾ കണ്ടോ കുറച്ചൊരു കുഴമ്പ് പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഒരല്പം മാത്രമേ ഇനിയിപ്പോൾ ഇതിൽ 2/2 പാലുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വേണം നമുക്കിനി 1/4 പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിൽ മുന്നായിട്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഒരല്പം കാഷ്യൂനട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിനങ്ങനെ അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. ആ സമയത്ത് നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1/4 പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് 1/4 കപ്പ് ഉണ്ട് പാല്. 1/4 പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് തീ ഒരു സ്ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി, പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ ഓലൻ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കായത്തിൻ്റെ പൊടി ചേർക്കാറില്ല. ബാക്കി പ്രൊസീജിയറൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിനെ വളരെ ഡിഫറെൻ്റ് ആക്കി നിർത്തുന്നത് ഈ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ ഓലൻ ചേർക്കുമ്പോൾ അതിൽ ചേമ്പൊന്നും നോർമൽ അതുപോലെ പൊട്ടറ്റോ ഒന്നും നമ്മളങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആക്കിയിട്ട് ഈ കറിയെ നിർത്തുന്നത്.
പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇത് പഞ്ചസാരയാണ് കേട്ടോ. ഒരല്പം ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്താൽ ഈ കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ തികച്ചും ഓപ്ഷണലാണ് കേട്ടോ ഇത്. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.